നമുക്കിന്ന് മാങ്ങാക്കറി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത മാങ്ങ എടുത്തിരിക്കണേ. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുളകും സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മണം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് 2 പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണത്. നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കിനി 1 പാൽ ചേർക്കണം. തെമ്പാലെന്നാണ് ഞങ്ങൾ പറയാറ് കേട്ടോ. അപ്പം നമ്മളിനി തെമ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇതിന് എരിവ് എന്ന് പറയുന്നത് കൂടുതൽ പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഉള്ളത് കേട്ടോ. അല്ലാതെ നമ്മുടെ മുളക് പൊടിയുടെ എരിവ് ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തെമ്പാൽ ഒഴിക്കാറ് കേട്ടോ. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലും ഒന്ന് വെളിച്ചെണ്ണയിൽ നന്നായി താളിച്ചതിന് ശേഷം ഇതങ്ങോട്ട് മൂപ്പിക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങ കറി ഇവിടെ തയ്യാറായി.